കാരണം ഇത് ആലപ്പുഴയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ സമാനമായ രീതിയിൽ വീട്ടിലെ അക്രമാസക്തനായ, അതായത് ലഹരി ഉപയോഗിച്ച് അക്രമാസക്തനായ മകനെ പോലീസിനെ വിളിച്ച് മകൻ്റെ ഈ ലഹരി ഇടപാടിനെ കുറിച്ച് പുറത്തു പോലീസിനെ അറിയിച്ച മകനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മറ്റൊരു അമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളന്ന് പുറത്തുവിട്ടതാണ്. ഇതുപോലെ ഈ മക്കൾ ലഹരിക്ക് അടിമകളാകുമ്പോൾ അതിൻ്റെ ഇരകളാകുന്നത് പലപ്പോഴും മാതാപിതാക്കളാണ്, കുടുംബാംഗങ്ങളാണ്. ലഹരിക്കടിമകളായ കുട്ടികളുടെ കൊലക്കത്തിക്ക് ഇരകളാകേണ്ടി വരുന്ന മാതാപിതാക്കളെക്കുറിച്ചുള്ള വാർത്തകളും പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇപ്പോഴും വ്യാപകമായി ലഹരി പദാർത്ഥങ്ങൾ സുലഭമായി ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം. നിരവധി വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയായി ജീവിതം അവസാനിപ്പിച്ചതും കേരളം പലതവണ കേട്ടതാണ്. എന്നിട്ടും ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെയുമായിട്ടില്ല. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഡാൻ, ഈ സ്കൂളുകളിലെ ലഹരി ഉപയോഗം, കുട്ടികളിലെ ലഹരി ഉപയോഗം, ഇതൊക്കെ പലപ്പോഴും നമ്മൾ വാർത്ത ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ പോലീസുകാരുടെയും എക്സൈസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ മക്കൾ പോലും ലഹരിയിലേക്ക് പോകുന്നു എന്നത് ഇന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ഇതിനെതിരെ ഈ കുട്ടികളെ ലഹരിയുടെ കെണിയിൽ നിന്നും മോചിപ്പിക്കാൻ എന്തിടപെടലാണ് നമ്മുടെ ഭരണകൂടം, ഇവിടുത്തെ പോലീസും എക്സൈസും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡ്രൈവുകൾ പല തവണയായി ഇങ്ങനെ വാർത്തകൾ വരുന്ന സമയങ്ങളിൽ എക്സൈസും പോലീസും ഒക്കെ ചേർന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് നടത്താറുണ്ട്. പക്ഷേ ഇവിടെ വെല്ലുവിളിയായി മാറുന്നത് പലപ്പോഴും ഈ ലഹരി സംഘങ്ങളെ കണ്ടെത്തുകയും അത് കൃത്യമായി അവരുടെ വേരിറക്കുകയും ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം ചുരുക്കപ്പെടുന്ന, പരിമിതപ്പെടുന്ന സാഹചര്യമായി മാറുമ്പോഴാണ് പലപ്പോഴും അവരെ കൃത്യമായി കണ്ടെത്തിയാൽ തന്നെ ആ നടപടികൾ പൂർണ്ണമായി ഉറപ്പുവരുത്താനുമൊക്കെ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഈ സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിലേക്കാണ്, അല്ലെ ട്യൂഷൻ സെന്ററുകളിലൊക്കെ പോയി വീടുകളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ രഹസ്യമായി ലഹരി പദാർത്ഥങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് സ്കൂൾ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഏതെങ്കിലും ട്യൂഷൻ സെന്ററുകളിലോ മറ്റേതെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിലോ വെച്ച് ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അത് പ്രകടമാകേണ്ടത്, അതായത് അത് ഉപയോഗിച്ചതിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകേണ്ടത് പിന്നീട് അവർ എത്തുന്ന അന്തിയുറങ്ങുന്ന വീടുകളിൽ തന്നെയാണ്. അപ്പോൾ അവരെ കൃത്യമായി ഈ സ്വഭാവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് ക്ഷോഭിക്കുക, അല്ലെങ്കിൽ തനിച്ച് മുറിയിലോ അല്ലെങ്കിൽ ശുചിമുറികളിലോ ഒക്കെ തനിച്ച് അധിക സമയം ഇരിക്കുക, ഇങ്ങനെ ഈ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് പ്രകടമാകുന്ന ലക്ഷണങ്ങൾ, സ്വഭാവ മാറ്റങ്ങൾ കണ്ടാൽ അത് തിരിച്ചറിയുക എന്ന് പറയുന്നത് അത് പോലീസിനെയോ സ്കൂൾ അധികൃതരെയോ സംബന്ധിച്ച് പെട്ടെന്ന് നടക്കേണ്ട കാര്യമല്ല. അത് രക്ഷിതാക്കളെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ രക്ഷിതാക്കൾ അത് തിരിച്ചറിയുകയും കൃത്യസമയത്ത് സ്കൂൾ അധികൃതരെയോ അല്ലെങ്കിൽ പോലീസിനെയോ അത് അറിയിക്കാൻ തയ്യാറാകുന്ന ഒരു മനോഭാവത്തിലേക്ക് ബഹുഭൂരിപക്ഷം മാതാപിതാക്കൾ ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിഞ്ഞാലും അതിൽ നടപടിയെടുക്കാൻ കാലതാമസം നേരിടുന്നതും പിന്നീട് അത് വലിയൊരു വിപത്തിലേക്ക് തന്നെ നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതായത് പലപ്പോഴും നല്ല വലിയ കുടുംബങ്ങളിൽപ്പെട്ട ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ മക്കളടക്കം ഇത്തരം മാഫിയയുടെ കെണിയിൽപ്പെട്ടു പോകാറുണ്ട്. പലപ്പോഴും അതൊരു നാണക്കേടാകുമെന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ ആരും തയ്യാറാകാതിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തന്റെ കുടുംബത്തിൽ സംഭവിച്ച ഈ ദുരനുഭവം മറ്റ് കുടുംബങ്ങളിൽ ആവർത്തിക്കപ്പെടാതിരിക്കണമെന്നൊരു സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉണരുന്ന ഒരു ചിന്ത അത് രക്ഷിതാക്കളുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന സമയത്ത് മാത്രമേ ഇതിനെതിരായ പോരാട്ടം അത് 100% ക്രിയാത്മകമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്കും കഴിയുകയുള്ളൂ. കാരണം സ്കൂൾ ഉള്ള ദിവസങ്ങളിൽ മാത്രമേ, ഉദാഹരണത്തിന് ഇന്നൊരു അവധി ദിവസമാണ്, ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ കാണും. പക്ഷേ അവരിലേക്കെല്ലാം എത്താൻ സ്കൂൾ അധികൃതർക്ക് കഴിയില്ല. കാരണം ഇന്ന് പ്രവൃത്തി ദിവസം അല്ല, അത് തന്നെയാണ് കാരണം. പക്ഷേ ഇവർ കൃത്യമായി വീടുകളിലേക്കാണ് മടങ്ങിയെത്തുന്നത്. വീടുകളിൽ മാതാപിതാക്കൾ അസ്വാഭാവികമായ പെരുമാറ്റം കണ്ടാൽ അത് കൃത്യമായി നിരീക്ഷിച്ച് പോലീസിനെയും സ്കൂൾ അധികാരികളെയും അറിയിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് എത്താതെ പൂർണ്ണമായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്നാണ് എക്സൈസിലെയും പോലീസിലെയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരടക്കം പലപ്പോഴും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളോടും പങ്കുവെക്കുന്നത്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനുമാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ രക്ഷകർത്താക്കളും സമൂഹവും ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ചും ലഹരി മാഫിയ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ മാതാപിതാക്കളുടെ അതീവ ജാഗ്രത വേണം. പ്രത്യേകിച്ചും നിങ്ങളുടെ മക്കൾ
രാത്രി സമയങ്ങളിൽ പുറത്തു പോകുന്നുണ്ടോ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ്, അതായത് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പുറത്തു പോകുന്നുണ്ടോ? അവരുടെ നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ പ്രകടമാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കൃത്യമായി അവരെ നിരീക്ഷിക്കുക. അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ പോലീസിനെ അറിയിക്കുക. ഒരു കാരണവശാൽ നിങ്ങളുടെ മക്കൾ ഈ കേസിൽ പെടും എന്ന ഭീതി അല്ലെങ്കിൽ അപമാന ഓർത്തൊക്കെ ആകാം പലരും ഇത് മറച്ചു വയ്ക്കുന്നതെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന അവർ ലഹരിക്ക് അടിമകളായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ പോലും ഭീകരമായ അന്തരീക്ഷം ഉണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവന് തന്നെ വീട്ടിൽ സ്വൈര ജീവിതം തകരുന്ന അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ തുടക്കത്തിൽ തന്നെ ഇടപെടൽ അനിവാര്യമാണ്. സ്പോട്ട് ലൈവ്